ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം നേരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ പൂവെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ഓണാഘോഷ പരിപാടിയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസിലാണ്. നമ്മുടെ കോട്ടയം കഞ്ഞിക്കുഴിയിലാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത്. അപ്പം അവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, ഹെൽത്ത് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒറ്റൊരു ഫാമിലി പോലെ ഒരുമിച്ചാണ് എല്ലാ ആഘോഷങ്ങളൊക്കെ ഇതാക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഓണപ്പൂക്കളം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അത്യാവശ്യം എല്ലാം കഴിഞ്ഞു. നമ്മുടെ അഖിലേഷാണ് ഇതിൻ്റെ എല്ലാം അമരക്കാരനായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഡ്രസ് കോഡ് പറഞ്ഞിട്ടാണ് ഇട്ടത്. നമ്മളെല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് തുണി വാങ്ങിച്ചിട്ട് ഗേൾസ് ബ്ലൗസും അതുപോലെ തന്നെ ബോയ്സ് ഷർട്ടും തയ്പ്പിച്ചിട്ട് നമ്മൾ യൂണിഫോം ആയിട്ടാണ് ഇട്ടത്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണത്തിൻ്റെ ആശംസകളൊക്കെ നേർന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് നമ്മുടെ വിദ്യാമേടാണ്. വിദ്യാമേട് ആദ്യം തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിലെ മേടാണത്, BM ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു ഹോള് പോലത്തെ സ്ഥലത്ത് എല്ലാവരെയും കൂടി ഇരുത്തിയിട്ടാണ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ, ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള വീഡിയോ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തേക്കാണ്. പിന്നെ ഓരോ ഓണപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഓരോരുത്തരും വന്നവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ഒരുപാടായിട്ട്. സോ നമ്മളെല്ലാവരും ലാസ്റ്റത്തെ ബെഞ്ചിൽ പോയി, നമ്മളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സിനെ പോലെ ലാസ്റ്റ് പോയി സ്ഥാനം ഉറപ്പിച്ചേക്കുവാണ്. അടുത്തായിട്ട് നമ്മുടെ അഭിജിത്തേട്ടൻ്റെ ഗാനമാണ്. നമ്മുടെ ഓപ്പറേഷൻസാണ് അഭിജിത്തേട്ടൻ. അപ്പം ചേട്ടൻ ഭയങ്കര നന്നായിട്ട് പാട്ടൊക്കെ പാടും. അപ്പോൾ ചേട്ടൻ്റെ ഒരു പാട്ടാണ്. പിന്നെ നമ്മുടെ അഭിജിത്തേട്ടനും അതുപോലെ നമ്മുടെ ഫാസിലും കൂടി ഒരുമിച്ച് നല്ല ഒരു അടിപൊളി കലക്കൻ പാട്ടാട്ടോ പാടിയത്. നല്ല വൈബായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൈയൊക്കെ കൂട്ടി ഭയങ്കര അടിച്ചു പൊളിച്ചാണ് അവിടെ അതൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഒരു മധുരക്കിനാവിനാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. പിന്നെ നമ്മുടെ ഒരു ചെറിയ തിരുവാതിരകളെയും കാര്യങ്ങളൊക്കെ എല്ലാം തട്ടിക്കൂട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തിരുവാതിര നമ്മൾ പ്രാക്ടീസ് ചെയ്ത, ആദ്യം നമ്മൾ കളിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ആ 2-3 മിനിറ്റിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ടത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മുടെ മലയാളി മങ്ക, അതുപോലെ തന്നെ പുരുഷ കേസരി നോങ്ങൻ തണ്ടൊക്കെ പറഞ്ഞിട്ട് പുരുഷൻ്റെ കണ്ടുപിടിക്കുന്ന മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് റാംവാക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തർ റാംവാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ മെർജിൻ ജോസ് ആണ്. പിന്നെ നമ്മുടെ ഡാൻസും പാട്ടൊക്കെ അതിൻ്റെ ഇടയ്ക്ക്, ഇത് ലാസ്റ്റത്തെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ അറിയാണ്ട് ആയിപ്പോയതാണ്. അവരെല്ലാവരും കൂടി അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അവസാനം കലാശക്കൊട്ടില്ലാണ്ട് എന്ത് ആഘോഷം. അപ്പോൾ എല്ലാവരും അവിടെ ആത്മാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പ് കാണുമ്പോൾ അറിയാലോ, നമ്മുടെ ദിൽ സലാം സലാമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ വൈബാണ് എല്ലാവരും. നല്ല രസമായിരുന്നു. എന്തായാലും ഓണം സെലിബ്രേഷൻ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. പിന്നെ നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ടതിൻ്റെ ബാക്കി കണ്ടുകൊണ്ടിരിക്കാം. ഇത് നമ്മുടെ മലയാളി മങ്കന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, നമ്മൾ ജസ്റ്റ് ഒരു റാം വാക്ക് പോലെ നടത്തുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ റാം വാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
സോ അടുത്തതായി വീണ ചേച്ചി ഓൺ ദ സ്റ്റേജ്. നെക്സ്റ്റ് ദിവ്യയാണ് റാംവാക്കിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജ്യോതിമോളാണ് ഓൺ ദ സ്റ്റേജ്. പിന്നെ എല്ലാവരുടെയും റാംവാക്കുകൾ തകൃതിയായി നടക്കുന്നു. അതിൽ നിന്ന് അവർ നന്നായിട്ട് റാംവാക്ക് ചെയ്ത് 2-3 പേരെ സെലക്ട് ചെയ്യുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതാണ് നമ്മുടെ മലയാളി മങ്കനെ കണ്ടുപിടിക്കുന്നത്, മങ്കിയൊക്കെ കണ്ടുപിടിക്കുന്നത്. മങ്കിയല്ല, മങ്ക. സോ അങ്ങനെ ഫൈനലി എൻ്റെ റാംവാക്കോടുകൂടി ഈ കലാപരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അതിനല്ല, എന്നോട് റാംവാക്ക് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.